ജെറാളിൻ്റെ അവിടെ പോകണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റും. ജെറാളിൻ്റെ വീട് താഴെ ഒരു കൈത്തോടില്ലായിരുന്നു, അത് പഞ്ചായത്തുകാർ മൊത്തം വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, മീനും. ഒരു വല ഇങ്ങനെ വെറുതെ വിശാല് വാരാല് ബ്രാല് മുഷി ഇഷ്ടം പോലെ മീൻ കിട്ടും. അപ്പൊ അവിടെ ഇപ്പൊ മീൻ കടകളൊന്നും ഉണ്ടാവില്ലല്ലോ. കടൽ മീൻ അവിടെ മീൻ കട തന്നെ പോയിട്ട്, പക്ഷെ ഈ തോട്ടുമീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോകണം. ഓ അത് ശരി. നിങ്ങൾ കുറച്ചും കൂടി ശ്രമിച്ചാൽ ചാളയിലേയും കൂടി തോട്ടി കൂടി വരും. തിമിംഗലം വരും വേണോ? വേണ്ട പിള്ളേരെ നിങ്ങൾ നിങ്ങളുടെ അമ്മ പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഞാൻ എന്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി. തോട്ടിലാകെ ചിരട്ട പോലെ വെള്ളമുണ്ട്, ഇപ്പം വെറുതെ പറയണം. ചിരട്ട അത് പണ്ട്, ഇപ്പൊ ആ തോട് വൃത്തിയാക്കി പഞ്ചായത്താര് സൈഡ് കെട്ടി ഇപ്പൊ ഇഷ്ടംപോലെ വീതിയായിട്ട് വെള്ളമുണ്ട്. എന്തോരം വെള്ളം എങ്ങനാലും ഒരു 2 ആള് വെള്ളം കാണും. മീൻ അതുപോലെ 2 ആള് വെള്ളം. രണ്ടാളെന്ന് പറഞ്ഞാൽ ഞാനും എന്റെ അത്രയും കൂടെ നിന്ന് കഴിഞ്ഞാൽ തലഭാഗം ഇത്രയും കാണത്തുള്ളൂ. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പൊ പോണ്ട. ഇതുങ്ങൾക്ക് 2 ആള് പൊക്കം ഇല്ലല്ലോ, ഒരാള് പൊക്കം പോലും ഇല്ല. പിള്ളേര് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ആര് പറഞ്ഞു? കരയ്ക്കുന്ന മീൻ പിടിക്കുന്ന കണ്ടുകൂടെ? ഇവർ ഇതുവരെ നിങ്ങൾ മീൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോടാ? നീ കണ്ടിട്ടുണ്ടോ? മക്കൾ കണ്ടിട്ടുണ്ടോ? തള്ളി മറിക്കുന്നേ ജെറാളിനെ കാണാൻ പോകുമ്പോഴേ നമ്മുടെ താഴെ പുത്തൻതോട് കാണിച്ചു കൊടുക്കാൻ അതിനകത്ത് മീനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കുന്നത്. അതിനകത്ത് ഇല്ലെന്ന്. എല്ലാരും കൂടി പോണെന്ന് പറയുന്നു, നമുക്കും കൂടി പോയല്ലോ. പിന്നെന്താ പോവാലോ? ലീറ്റോ അന്നം ആ നേരത്ത് കാല് മാറും. നിങ്ങള് പാർട്ടി മീറ്റിംഗ് എന്ന് പറഞ്ഞു പോകും, എന്നെ തള്ളി ആദ്യം വിടും. കാണാൻ പോണ്ടേ? പിന്നെ ഞാൻ പോണ്ടേ? എന്നാ നിങ്ങള് കുടുംബക്കാരല്ലേ? അത് കഴിഞ്ഞാണ് തൃപ്പറപ്പിലും പോവാം. അത് നമുക്ക് ആലോചിക്കാം. നമുക്ക് അവനെ കാണാൻ വേണ്ടി പോവാം. അത് ഓക്കെ. പിന്നെ എനിക്ക് മീൻ വേണം. റൊണാൾഡോ പറഞ്ഞ അവിടെ ഒരു തോടുണ്ട്, അവിടെ കുറെ മീനൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. മീനുണ്ട്. പോവാം നമുക്ക് അവിടെ. അവിടെ നിന്ന് മീനൊക്കെ പിടിച്ച്. മീൻ വേണം. മീനൊക്കെ അവിടെ നമുക്ക് പിടിക്കാം. കുറച്ച് ദിവസം അവിടെ നിൽക്കാം. കുറച്ച് ദിവസം രാവിലെ പോന്നു, സുഖവരം അന്വേഷിക്കുന്നു, മീൻ പിടിക്കുന്നു, വൈകിട്ട് തിരിച്ചു വന്നു. എനിക്ക് അവിടെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റത്തില്ല. റോസ്മേരി മീൻ പൊരിക്കണ പോലെ പൊരിച്ചെടുക്കും. അതുകൊണ്ടൊന്നും അല്ല, എനിക്ക് അവിടെ വന്നിട്ട് വേറെ വർക്കുകളുണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് അപ്പൂവന്റെ ചീരത്തോട്ടത്തിൽ നിന്ന് മീനെ പിടിച്ചാലോ? അതിന് ചീരത്തൈ മാത്രമേ ഉള്ളൂ, മീനൊന്നുമില്ല. മീൻ വേണം കൊടങ്ങാളെ തന്നെ വരണം. അല്ല, അവിടെ ഒരു തോടുണ്ട്, ചീരത്തോട്ടത്തിന്റെ അവിടെ. അവിടെയും മീനൊക്കെ ഉണ്ട്. അതിലും അതിനകത്ത് ഒരു തുപ്പൽ പിടിക്കും പരൽ മാത്രമേ ഉള്ളൂ. അത് ഊപ്പാണ്ട് ഇത്ര. പിന്നെ കുപ്പിയിലിട്ട് വളർത്താൻ തിമിംഗലത്തിന് വേണം. അവൻ കറി വെച്ച് തിന്നണ കാര്യമാണ് അവന്റെ മനസ്സിൽ. ചേട്ടാ, നിങ്ങളെ നിത്യം വീട്ടിൽ ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങളാണ് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്ട്സുകളാണ്. വളരെ നല്ല സാധനങ്ങൾ, ഹാൻഡ് മെയ്ഡായ സോപ്പാണ്. നല്ല സോപ്പാണ് അത്. സോപ്പാ നല്ല സോപ്പാണ്. എന്നിട്ട് പിള്ളേർക്ക് ടിഫിൻ രാവിലെ സ്കൂളിൽ കൊടുത്തേക്കുന്ന കാസറോള് അതുണ്ട്. പിന്നെ അത് പോയിട്ട് ലോഷനുണ്ട് ചേട്ടാ. ലോഷനാണെന്നുണ്ടെങ്കിൽ 2 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. ഒരു വലിയ ബക്കറ്റ് വെള്ളത്തിൽ വീട് മൊത്തം ക്ലീൻ ചെയ്യാം. നല്ല സാധനം, നല്ല സ്മെല്ല്. പിന്നെ നമ്മളെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുന്നത് പാറ്റാഗുളിയുണ്ട് ചേട്ടാ. പാറ്റാഗുളിയുണ്ട്. എന്റെ അലമാരിക്കകത്ത് ഭയങ്കര പാറ്റച്ചല്ലിയാണ്. നിനക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? വേണ്ട സാധനങ്ങൾ നീ ചിലപ്പോൾ തിന്നു കളയുന്നത്. നിന്നെ അങ്ങോട്ട് പോവാ. അങ്ങോട്ട് പോകത്തില്ല. ഇവിടെ റോഡ് ഫോണിലേക്ക് പോകണം. വെറുതെ അല്ല നിങ്ങളൊന്നും ആരും വണ്ടി വിളിക്കാത്ത. എന്നാ വെച്ചോ. അതിൽ തിന്നണ സാധനമൊന്നും ഇല്ല. അതെനിക്കും അറിയാം. ഞാൻ ബ്ലീച്ചിങ് പൗഡർ. അലക്കല്ല അവിടെ മൊത്തം വഴുക്കലാന്ന്. നിങ്ങൾ തന്നെ അവിടെ ഇത് രണ്ടും വേണോ? വേണ്ട വേണ്ട, ഇത് മതി. ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ വേണം എനിക്ക്. ഓട്ടോറിക്ഷക്കാരുടെ സ്വഭാവം നന്നല്ല. എന്താ വഴിയിലിറക്കി വിട്ട അവിടെ. അമ്മാവൻ വലിയ മുതലാളിയല്ലേ, സ്കൂട്ടർ ആക്കണതിന് ഹെലികോപ്റ്റർ വാങ്ങിക്കാമല്ലോ. അത് തന്നെ പറന്നിറങ്ങാം. ഇതാണ്ട് ഞാനൊരു കച്ചവടക്കാരൻ. ഇയാളെ പരിചയം ഉണ്ടോ? പുള്ളി ഇത് വിൽക്കാൻ കൊണ്ടുവന്ന അമ്മാവ. ഇത് ഇയാളെ നിങ്ങളറിയോ? ഇപ്പൊ പുള്ളി ഇന്നിപ്പോ ആദ്യമായിട്ട് ഇവിടെ വന്നല്ലേ? അതെ, ഞാൻ ബുദ്ധിയുണ്ടോ നിങ്ങൾക്കൊക്കെ? നാട്ടിൽ നടക്കണ ഓരോ സംഭവങ്ങൾ അറിയണല്ലേ? പരിചയമില്ലാത്ത ഒരാൾ ഒരു സാധനമായിട്ട് വീട്ടിൽ വന്നാൽ അത് മേടിക്കരുത് എന്നറിയില്ലേ? ഇന്നിപ്പോ വരും, ഈ സാധനങ്ങൾ തരാൻ വന്ന് ചുറ്റുപാടൊക്കെ നോക്കിയിട്ടാണ് പോവും. പിന്നെ വന്നിട്ട് എന്തെങ്കിലും കട്ടിട്ടാണ് പോവും. ഞാൻ അത്തരക്കാരനല്ല സാറേ. ഇത് വിറ്റ് കിട്ടുന്ന തുച്ഛമായ കാശ് കൊണ്ട് ഞാൻ എൻ്റെ വീട് പുലർത്തി പോകുന്ന ആളാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ പറയാ. കക്കാമെന്നാന്ന് ആരും പറയില്ലോ. അതെ, ഇതൊക്കെ കൊടുത്തയച്ചാ ഇതൊന്നും ഇവിടെ വേണ്ടത്. ഇതിവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്. ആവശ്യമുള്ള സാധനം കടയിൽ പോയി മേടിക്കണ്ട, പറഞ്ഞാണ്ട് കേട്ടൂടെ? കൊടുക്ക്, തിരിച്ചു കൊടുക്ക. ഇതൊക്കെ വളരെ വില അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റും. അതുകൊണ്ട് അപ്പൊ ഇത് കടയിൽ ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇതിലും വില കുറവുണ്ടാവും. അവിടെ കൊടുക്കാതൊക്കെ. ചേട്ടാ, തൽക്കാലം അപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് വിൽക്കാൻ നോക്കാം. ഓക്കെ സാർ, ഓക്കെ. അവിടെ കൊടുക്കാതൊക്കെ. കാരണം ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം. എടുക്ക് ചേട്ടാ. ആ താഴത്തെ അവർ മേടിക്കും, അവരൊക്കെ മേടിക്കും.
പാവമാണ് അമ്മാവൻ. മര്യാദയല്ലേ അമ്മാവ, ആ ജീവിക്കാൻ വേണ്ട അയാളെ കണ്ടറിഞ്ഞൂടെ ഒരു പാവപ്പെട്ട. വീടിൻ്റെ അവിടെ ആ തെക്കോർത്തൊരു വീട്ടിൽ ഇതേമാതിരി ഒരു സാധനം കൊണ്ടുവരാൻ വന്ന ആളാ. വന്ന് പകൽ സാധനമൊക്കെ കൊടുത്തിട്ട് പോയി. രാത്രി അവിടെ കളവ് നടന്നു. പിന്നെ പോലീസ് വന്ന് അന്വേഷിച്ച് പിടിച്ചു നോക്കിയപ്പോൾ ആരാ? ഈ കച്ചവടത്തിന് വന്ന ആള്. ഇയാളോ? ഇയാളല്ലെങ്കിൽ ഇയാളെ പോലെ ഒരാള് ഇതേമാതിരി കച്ചവടത്തിന് വന്ന ആളാ. ഒരിടത്ത് അങ്ങനെ ആയി എന്ന് പറഞ്ഞ് എല്ലാവരും നമുക്ക് ചൂ നോക്കാൻ പറ്റുമോ? ഒരു ചായ എടുത്താ. എനിക്കൊന്നും വയ്യ. പാലില്ല, കട്ടൻ ചായ മതി. ചായ എടുക്ക്. തേയിലയില്ല. വന്ന ആൾ ഇവിടെ വന്നെങ്കിലും നമ്മളെല്ലാവരും ഉണ്ടല്ലോ അവിടെ. ഒറ്റയ്ക്ക് നിന്നപ്പോൾ നല്ലല്ലോ ഒരു സാധനം കൊണ്ടുവന്നത്. പിന്നെ വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ എടുക്കുക. പിന്നെ അത് ഇതും പറഞ്ഞ് അയാളെ പറഞ്ഞ് ഇതാക്കരുത് ഒരാളെ മാനസികമായിട്ട്. അതേ ഞാൻ പറഞ്ഞു. ഇതുവരെ കാര്യം മനസ്സിലായില്ലേ? ഇതിപ്പോ അമ്മാവിന്റെ വല്ല ഉണ്ടെന്ന് കരുതി അയാൾ തട്ടിപ്പറിക്കുന്നുള്ള പേടിച്ചാണ് നമ്മുടെ മുമ്പിൽ വെച്ച് ചാട കാണിച്ചത്. അത് തന്നെ കേസ്. അല്ല എന്ത് എന്ത് അമ്മാവൻ പേടിച്ച എന്നെ തട്ടിപ്പറിക്കേ? അതിനാ ഇങ്ങനെ വരണവരോ? അതിനാ എന്നെ തട്ടിപ്പറിക്കണേ? എന്നെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാവൻ. എടാ, അമ്മാവന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒന്നും തട്ടിപ്പറിക്കാൻ പറ്റില്ല. അമ്മാവൻ ആരാന്നാ വിചാരിച്ചേ? ഇരിക്കണുണ്ടല്ലോ ഗിരിരാജൻ, കള്ളന് കഞ്ഞി വെച്ച ആളാ. ഈ കള്ളന് കഞ്ഞി വെച്ചവൻ അരി മേടിച്ചവനാണ് വരുന്നതെങ്കിലോ? എന്ത് എന്നാ പൊയ്ക്കടായിരുന്നു കണ്ണി കണ്ട് പറഞ്ഞോണ്ട്. ചേച്ചി എന്ത് പറയണത്? ഇവിടെ അമ്മാവൻ നിൽക്കുമല്ലേ? ഞാൻ ഏട്ടനെ വിളിച്ചു വെച്ചപ്പോഴത്തേക്ക് പറഞ്ഞു നീ പോകണ്ട, അമ്മാവന് കൂട്ടിരിക്കാൻ പറഞ്ഞു. അമ്മാവന് കൂട്ടിരിക്കാൻ അമ്മ എന്തോ പൊടിപ്പുള്ളയാണോ? അതാ കല്യാണ പെണ്ണ്? ആരെങ്കിലും ഒളിച്ചോടി പോകുന്നുള്ള പേടിയാണ്. നീ ഇല്ലെങ്കിൽ ഞാൻ പോണില്ല. ചേച്ചി ഞാനും ഞാൻ പോണില്ല, പിന്നെ ചേച്ചിയും കൂടെ പോയില്ലെങ്കിലും ഇതിപ്പോ എല്ലാരും ഇല്ലേ? അത് ഇവനും ക്ലീറ്റോയും കൂടി പൊക്കോളും. അത് പറ്റത്തില്ല, എല്ലാരും പോണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് എന്താ അയാൾ വന്നില്ല, ഇയാൾ വന്നില്ല ചോദിക്കാം. അറിയാലോ ഇവള് മനഃപൂർവ്വം നിനക്കറിയാലോ കൊടങ്ങാളക്കാരുടെ സ്വഭാവം. എനിക്ക് വരാൻ ഇഷ്ടമില്ല. നീ നിർബന്ധിച്ചില്ല, അവനോട് പറഞ്ഞില്ല. നീ ഞാൻ അമ്മാവന്റെ അടുത്ത് എന്തോരം പറഞ്ഞെന്നറിയോ? അവനോട് പറയണം, കനകനോട് പറയണം. അപ്പൊ അപ്പഴാ പറഞ്ഞത് അമ്മാവനോടല്ലേ. കനകനെ നിർബന്ധിക്കണോന്ന്, എനിക്ക് പോണം എനിക്ക് പോണം എന്ന് പറയണം. നിർബന്ധിച്ച് ചേച്ചി കേട്ടാ ഞാൻ വിളിക്കുന്നത്, ഏട്ടനെ വിളിക്കുന്നത്. ലില്ലിപ്പെണ്ണ് പോവാൻ റെഡി ആയിക്കോ, അമ്മാവന്റെ കാര്യം ഞാനേറ്റു. പിന്നെ അമ്മാവനെ എങ്ങനെങ്കിലും ഉന്തിത്തള്ളി ഈ പോകുന്നതിനകത്ത് ഞാൻ കൊണ്ടിട്ടിരിക്കും. അമ്മാവനെ കൊണ്ടേ പോയി എല്ലാരും ഇവിടുന്ന് പോയി നടക്കും. വെറുതെ പറയുന്നല്ല, ചുമ്മാ പറയുവാണ്. അതൊന്നും നടക്കൂല. ചേച്ചി എന്തായാലും ഞാൻ അങ്ങനെ പോവില്ല. നീ വന്നാലേ ഞാൻ പോവുള്ളൂ. എല്ലാവരും പോവും, അമ്മാവനും വരും. അപ്പൂപ്പന്റെ അവിടെ ഈ മീനിനെ കിട്ടോ? മീന് അതെ, അപ്പൊ ഇവൻ പറഞ്ഞ നാളെ കൊടങ്ങാളെ പോത്തില്ലേ നമ്മള്. അപ്പൊ അവിടുത്തെ ആറ്റിന്ന് അവന് മീനെ പിടിക്കണോന്ന്. അപ്പൊ ഞാൻ ഒരു കുളത്തിന്റെ കാര്യം പറഞ്ഞതാ അവനോട്. ചീരത്തോട്ടത്തിലെ കുളത്തിലാ? അവിടെ നിറ മീനുണ്ട്. അപ്പൂപ്പനെ പണിക്കാരെ വിട്ടിട്ട് 4 മീനായിരുന്നു പിടിച്ചു കൊടുന്നേരാ കേട്ടാ. കൊടങ്ങാവളെ കുളത്തിലൊന്നും പോയിട്ട് ഇറങ്ങി മീനൊന്നും പിടിക്കാൻ നിൽക്കണ്ട കേട്ടാ. അപ്പൂപ്പൻ മീൻ പിടിച്ചു കൊടുന്നേരാ. ലില്ലിപ്പെണ്ണ് വിളിക്കും നിങ്ങളെ 3 രാത്രില്ല. ഞാൻ വേണേ സഹായിക്കണം? വേണ്ട. വേണേ സഹായിക്കാം. വേണ്ടടാ. വെള്ളം വല്ലതും എടുത്തോണ്ടല്ലോ. നാളെ ജഡാളിനെ കാണാൻ പോകുന്ന കാര്യം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു. ഇത്തിരി നാളായില്ലേ അമ്മായി അങ്ങോട്ട് വന്നിട്ട്. അപ്പം ഇച്ചിരി പൈസ അവരടുത്ത് ചോദിച്ചിട്ട് കൊടങ്ങാവള വന്നു കഴിഞ്ഞാൽ ഫുള്ള് ചിലവല്ലേ. നമ്മൾ ജഡാളിൻ്റെ വീട്ടിൽ പോകുന്നു, ക്ഷേമം അന്വേഷിച്ചിട്ട് നമുക്ക് രണ്ടുകൂടെ അവിടെ നിന്ന് മുങ്ങും. എന്നിട്ട് നേരെ നെയ്യാറ് പോയിട്ട് നമ്മളൊരു കൂട്ടുകാരൻ്റെ വഞ്ചിയുണ്ട്, വഞ്ചി എടുത്ത് മറുകരെ പോയിട്ട് കിടിലം വാറ്റ്, നല്ല കണ്ണുനീര് പോലുള്ള വാറ്റ്, പോത്തിറച്ചി. ഒന്നും പറഞ്ഞില്ല. ആരുടെ കയറാണ്? എൻ്റെ ചേട്ടൻ ചെറാളുടെ. അപ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇവിടെയൊക്കെ വരാറില്ലേ? വന്നിട്ടുണ്ടല്ലോ, പല പ്രാവശ്യം വന്നിട്ടില്ലേ? ഓ, ഇവിടുന്ന് ഇത്ര ദൂരം ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. അവിടേക്ക് ഇതുവരെ വന്നിട്ടുണ്ടാവാൻ വന്നിട്ടുണ്ടാ? അങ്ങനെ ഒരു ബന്ധമില്ലാത്തവനെ കാണാൻ ഞാൻ എന്തിനാണ് അങ്ങോട്ട് വരുന്നത്? ബന്ധമില്ലാത്തെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ടുണ്ടല്ലോ എത്ര പ്രാവശ്യം അമ്മാവനെ കാണാൻ. അമ്മാവന്റെ സുഖത്തിലും ദുഃഖത്തിലല്ല ഞാൻ വന്നിട്ടില്ലേ. നീ ഇവിടെ പറ്റി കിടക്കല്ലേ? വെറുതെ ഒരു പണിയും തുറയില്ലാത്ത അങ്ങോട്ട് വരുന്ന പോലെയാണോ? ദുബായിൽ വന്നിട്ടുള്ള നിന്റെ കാർന്നോരാണ്, എന്താ അവൻ്റെ പേര്, ജെറാഡ്. അവ എത്ര നേരമായിട്ടാണ് വന്നിട്ടില്ലല്ലോ. പിന്നെ അവനെ കാണാൻ ഞാൻ എന്തിനാണ് വരുന്നത്? അല്ല, അത് നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ അത് ഏട്ടനന്യന്മാരാണ്, പോയി കണ്ടാൽ മതി. എന്നെ വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ വരുന്നില്ല. ഞാൻ ഈ വാറ്റൊക്കെ കുറെ കഴിച്ചിട്ടില്ല, വള്ളത്തിലും കുറെ പോയിട്ടില്ല. ഇനി എന്നെ സൂപ്പിക്കല്ലേ എൻ്റെ ജെറാഡ്. ഓടാ പോകാൻ നോക്കണേ.
അവസാനമായിട്ട് ഒരേ ഒരു ചോദ്യം, നാളെ വരുന്നില്ലേ? എനിക്ക് പണി ഉണ്ടാക്കുന്നത് ഈ വെള്ളം എടുത്ത് ഞാൻ മുഖത്തേക്ക് നോക്കി ഞാൻ പോയിക്കാടുന്നു. അവൻ്റെ ഒരു ജെറാടും എഴുന്നേറ്റ് പാറ്റൊന്ന് സൂപ്പിക്കാൻ നിൽക്കുക. മേഖലാ സമ്മേളന പിരിവ്. കാക്കാ കീ കീ കൂക്കൂ കര. അൻസാറും നടരാജും പുരുഷ വിഭാഗം എല്ലാരും പൈസ ഇട്ടിട്ടുണ്ടല്ലോ. അച്ഛമ്മയുടെ പേര് മാത്രമല്ല. പറഞ്ഞോളൂ, നമ്മൾ ഇട്ട് ശീലമില്ലല്ലോ, വാരിയല്ലേ ശീലം. ഈ കൈ കൊണ്ടേ ഒരുപാട് തെണ്ടി പിരിവെടുത്ത് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് നടന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞ മാനേജറാണ്. ആൾക്കാരെ കൊണ്ട് അത് ഇതും ചെയ്യിക്കുക, എന്നിട്ട് ഒപ്പിട്ട് കൊടുക്കുക, അതൊക്കെ ഉള്ളൂ. അപ്പം ആ കണക്ക് നോക്കുകയാണ്, അതാണ് ഉണ്ടാതിരിക്കുമെന്ന്. മാനേജർ ബാങ്കിൽ കൊണ്ട് മുങ്ങായിരുന്ന പാർട്ടിക്ക് എഴുതു. ഞാൻ വന്നില്ല കേട്ടോ ജെറാൾഡിൻ്റെ വീട്ടിൽ. ആ കനകം സമ്മതിക്കണില്ല ലില്ലീനെ വിടാൻ. അമ്മാവൻ അവിടെ നിൽക്കണ പറഞ്ഞു. ഞാനാണെങ്കിൽ 16 അടവ് എടുത്ത് അമ്മാവനെ പറഞ്ഞു നോക്കി. അമ്മ 50 മില്യൺ എടുക്കുന്നത്. വരുന്നില്ല ഒറ്റ തീരുമാനം. ചെയ്യാന് എന്ത് ചെയ്യും ക്ലീറ്റോ? എന്ത് ചെയ്യുമെന്ന് എന്തോ ഇത് നിനക്ക് തലയ്ക്കല്ലോ കുഴപ്പമുണ്ടോ? അല്ല പിന്നെ ഇത്ര നേരം ചെവിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഒരു കാര്യം പറയുമ്പോഴത്തേനും അപ്പൊ ബുക്കിലോട്ട് അങ്ങ് കിടക്കും അങ്ങോട്ട്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. കണക്കെഴുതണം, കണക്ക് കണക്ക്. നിന്റെ പ്രശ്നം എന്താ? നിനക്കെന്താ കുഴപ്പം? ലില്ലിനെ വിടണില്ല. വിടണില്ലെങ്കിൽ ലില്ലി പോണ്ട. ക്ലീറ്റ് അമ്മാവനോടൊന്ന് സംസാരിക്കാനേ. ഞാൻ അമ്മാവനോട് സംസാരിക്കാൻ ജെറാളുടെ വീട്ടിൽ വരുന്ന കാര്യം ഒന്ന് സംസാരിച്ചു നോക്കുന്നത്. അമ്മാവൻ വരുന്നില്ല, കൊറേ നിർബന്ധിച്ചു. അമ്മാവൻ വരണില്ലെങ്കിൽ വരണ്ട, ലില്ലിയെ വിടണില്ലെങ്കിൽ പോണ്ട. എന്നാ ഞാൻ പോവില്ല. ആ നീ പോണില്ലെങ്കിൽ നീയും പോണ്ട. ഇതൊരു കഷ്ടമാണ്. ഇത് ഒരു കാര്യം ചെയ്യുന്ന ഒരു സൈഡിൽ നിന്ന്. അതെ, അമ്മാവന്റെ സ്വഭാവം അറിയാലോ. അമ്മാവൻ എന്തെങ്കിലും പിടിച്ച മുയലിന് 5 കൊമ്പാണ്. തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഇനി ഞാൻ എന്ത് പറയാൻ? എന്നാ പിന്നെ കനകനോടൊന്ന് സംസാരിക്കുക. അത് അതിലും ബെസ്റ്റാണ്. അത് പോലീസുകാരനാണ്. പിന്നെ എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞാൽ എന്ത് കേൾക്കാൻ? പ്രത്യേകിച്ച് ഞാൻ. പിന്നെ ഇവിടെ ആകെ ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് ഈ ഞാൻ മാത്രമാണ്. ഫ്ലെക്സ് ലില്ലി ആ ഇതെന്താ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കും? അമ്മാവൻ വീട്ടിൽ പോവാണോ? ഞാനെന്തിനാ വീട്ടിൽ പോണ്? അവിടെ ഗിരിജല്ലേ കുട്ടിയെ. അല്ല, ഈ നല്ല ജുബയും മുണ്ടൊക്കെ ഇട്ടേക്കണ കാരണം ചോദിച്ചതാ. അതെ, കൃഷി ഓഫീസിലൊന്ന് പോണം. പോയിട്ട് വരാം. നിക്കേ ഈ കൃഷി ഓഫീസിലെ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ പൊളപൊള പോകാൻ സമയം കണ്ടെത്തേണ്ടത്. ഒന്ന് അവിടെ വരെ കൊടുങ്ങാളെ പോയി ആ ജെറാൾഡിനെ ഒന്ന് കാണാൻ പാ. അത് അമ്മാവൻ വരാത്തതുകൊണ്ട് ലില്ലിയെ പോലീസുകാരും വിടണില്ല. അതെ, ജെറാൾഡിൻ്റെ അവിടേക്ക് വരുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ 100 വട്ടം പറഞ്ഞു. ഞാൻ എന്നെ ദേഷ്യപ്പിടിപ്പിക്കരുത്. പിന്നെ ഞാൻ ഉള്ളതുകൊണ്ട് എന്താ ലില്ലിക്ക് വന്നാ? ഇപ്പോൾ പോലീസുകാരൻ പറയണത് അമ്മ അവിടെ നിൽക്കണം, അമ്മാവന് വല്ലതും വെച്ച് തരാൻ ആൾ വേണ്ട, അവളവിടെ നിൽക്കട്ടെ എന്ന്. എടാ, ഞാൻ വീട്ടിലും പല ദിവസം ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. പിന്നെ അതുപോലെ എനിക്ക് ഇവിടെ ഇരുന്നൂടെ? എന്നാൽ പിന്നെ പോലീസുകാരനോട് പറ. ഞാൻ വിളിച്ചു പറയാം. ഞാൻ വിളിച്ചു. അപ്പൊ ഞാൻ കാരണം അപ്പൊ അവള് വരാത്ത അത് വേണ്ട. അവളെ ഞാൻ പറഞ്ഞേക്കാൻ പറയാം. നല്ല വയ്യാതെ നടക്കുന്നതാണ് ഒന്ന് കണ്ടുകൂടെ? എന്തുവാടാ ഇതെന്താ? ഇതെന്താ പതിവില്ലാണ്ട്? ഇത് ടാങ്കിൽ ഇടാ മീനെ മേടിച്ചോണ്ട് കൊടുക്കാൻ വരുന്ന എന്റെ നേരെ ഒരു ചെറിയൊരു സൂപ്പി മച്ചമ്പിയുടെ മോൻ തന്നെ. അതൊന്നും അല്ല. നല്ല സംഗതിയുള്ള കേട്ടോ. ഇത് എവിടുന്നടാ? ഇത് ഡാഡിയോട് വാങ്ങിച്ചോണ്ട് വന്ന്. ഇത് നമ്മുടെ അൻസാറിൻ്റെ മാമാടെ ഒരു മോൻ. അവൻ വന്ന സൗദിയിലെ ഊത. ഗിരിജയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. എന്നോട് എപ്പോഴും പറയാറുണ്ട് മണുള്ള കിറ്റ് വരണം. അതെ, ഞാൻ പോയിട്ട് വരാട്ടാ. നമ്മൾ പോയിട്ട് വരാം. ഞാനേ കനകനെ വിളിച്ച് പറയാം. ഞാൻ ഇനി ഈ മറ്റേ 5 കൊമ്പ് പിടിക്കുന്ന ആൾ 50 കൊമ്പ് പിടിക്കുന്ന ആളിനെ വിളിച്ച് പറഞ്ഞാൽ കേൾക്കൂല്ലെന്ന് നമുക്ക് കണ്ടറിയാം. അതുകൊണ്ട് സൂക്ഷിച്ചു പോയി. അവള് വന്നാലേ ഞാൻ വരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആരും പോണ്ടടേ. സുഖമില്ലാത്ത ഒരാളിനെ കാണാൻ ആരും പോണ്ട. നിങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ലല്ലോ. ഓ പിന്നെ വേറൊരു കാര്യമുണ്ട്. എൻ്റെ പെങ്ങളെ എനിക്ക് വേണമെങ്കിൽ അറിയാൻ കൊണ്ടുപോകാൻ. ഞാൻ വേണ്ടി വന്നാൽ അത് ചെയ്യും. അത്രയും അങ്ങനെ വാശി പിടിക്കുന്നത്. എന്തോ എന്താ കാട്ടിന്? ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഹാങ്ങറിൽ ഇടുമായിരുന്നു. അമ്മാവനോടെ പോണു? ഞാനേ കൃഷി ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. ആണോ? നീ ജെറാൾഡിന്റെ വീട്ടിൽ പോണില്ല എന്ന് പറഞ്ഞതങ്ക? ഞാൻ പോണില്ല. എന്തേ? അമ്മാവൻ വരുന്നുണ്ടോ? ഞാനോ? ജെറാൾഡിന്റെ വീട്ടിലോ? എൻ്റെ വീട്ടിലെ കാലുത്താത്ത അവൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവേ. പിന്നെ അമ്മാവൻ വരാതെ ഞാൻ എങ്ങനെയാ പോണത്? കൂട്ടി ഞാൻ എപ്പോഴും വീട്ടിലായാലും ഇവിടെ ആയാലും പല ദിവസം ഒറ്റയ്ക്ക് താമസിക്കണല്ലേ. അതിനെന്താ?
അമ്മാൻ വരുന്നുണ്ടോ? ഞാൻ വരണില്ല. അപ്പൊ ഞാൻ പോണില്ല. നീ പോണം. ഞാൻ പോണില്ലെന്ന്. എന്താ പോവാത്തേ? അമ്മാവ് ഇവിടെ ഒറ്റ കയറിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ പല ദിവസം ഒറ്റയ്ക്കായിരിക്കാരെന്ന്. ഞാൻ ഉള്ളതുകൊണ്ട് നീ പോകാണ്ടിരിക്കണ്ട. നീ പൊക്കോ. വേണ്ടാന്ന്. കനകരെന്ന് വിളിച്ച എന്തിന്? ഫോൺ വിളിച്ചിട്ട് താ. അമ്മാവ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അമ്മാവിൻ്റെ കൂടെ നിന്നോളാം. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കൊണ്ടാണ് നീ പോവാത്ത. എന്നാ ഞാൻ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊക്കോളാം. അല്ല വേണ്ട. ആ എന്നാ നീ മറ്റേ കനകരൊന്ന് ഫോൺ വിളിച്ചിട്ട് തന്ന. എനിക്ക് അതിന്റെ ലോക്ക് അറിയോ, തുറന്നിട്ട് വിളിക്കേ. ഏട്ടൻ എന്തായാലും സമ്മതിക്കത്തില്ല. നീ വിളിക്കുക, അത് ഞാനല്ലേ തീരുമാനിക്കാം. ഇല്ലല്ലടാ ഞാനാ. അതെ അല്ല, ഞാൻ ഒരു കാര്യം പറയാം. നീ ഒന്ന് അനങ്ങാതെ മിണ്ടാണ്ട് നിൽക്കേ. ഇതെന്തോ നേർച്ചയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും? എടാ ഇതാണ് നല്ലത് നിനക്ക്. പൊക്കി വെച്ച് അതെന്നാ നല്ലത്. വെക്കാം. നീ ഒന്ന് മിണ്ടാണ്ട് നിൽക്കുക അവിടെ. അവൻ എങ്ങനെ സാധാരണ ചെയ്യണച്ച അതുപോലെ ചെയ്ത് കൊടുക്ക്. ഇതല്ലേ നല്ലത്. നിന്നെ ഇങ്ങോട്ട് നിന്നെ ഒന്ന് ചെയ്തോട്ടെ. നീ റെഡി ചെയ്യോ? എപ്പോഴാ റെഡി? പപ്പടം തിന്നോണ്ടാണോ പോണേ? വെള്ളം കുടിക്കുമ്പോൾ പപ്പടം ഇരിക്കുന്നുണ്ടോ? ഒരു പപ്പടം കഴിച്ചേക്കാൻ ഇത് എന്താ പറഞ്ഞ പോലെ ഇവിടെ എന്താ തങ്കത്തെ ഇറങ്ങാത്ത? അതൊക്കെ അങ്ങനെ തന്നെ അമ്മാവാ. നമ്മൾ 1 മണിക്കൂറായി ഇവിടെ റെഡിയായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതെന്താന്ന് നിങ്ങൾ ഇറങ്ങാത്തത്? ഞങ്ങൾ എത്ര നേരം റെഡി ആയിട്ട് നിൽക്കുന്നത്? ഞങ്ങളൊക്കെ റെഡിയാണ്. നിന്റെ ചേച്ചി ഇതാ ഇറങ്ങണില്ല, ഒരുങ്ങിക്കൊണ്ടിരിക്കുക കുറെ നേരം. ചേച്ചി വാ ചേച്ചി. ഇതിന് മാത്രം പണി എന്തുവായിരുന്നു ചേച്ചിക്ക് ഇവിടെ? ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ അപ്പുറത്ത് എന്തോരം പണി ഒതുക്കിയിട്ടാ വരണത്. നീ എന്ത് പണിയുണ്ട്? അമ്മാവന് ചോറും കറിയൊക്കെ വെക്കണ്ടായിരുന്നു. അതാണോ വലിയ പോകാം. എന്തുവാണ് ചേച്ചി, കല്യാണത്തിനാണോ പോണത്? ഇതിന് മാത്രം ഒരുങ്ങാനായിട്ട്? അത് തന്നെ, കല്യാണത്തിനൊന്നല്ലല്ലോ പോകുന്ന, മുഹൂർത്തത്തിന് അങ്ങോട്ട് പോകാൻ. സുഖമില്ലാത്ത ഒരാളെ കാണാൻ പോവല്ലേ, അയാൾ കട്ടിലേന്ന് എഴുന്നേറ്റ് ഒരു കല്യാണത്തിനും പോകില്ല, അവിടെ തന്നെ ഉണ്ടാവും. കേട്ടതൊന്നും എല്ലാ മുഹൂർത്തത്തിനും കൃത്യമായിട്ട് പോയിട്ട് ഞങ്ങളോട് പിന്നെ ഇത്ര നേരത്തെ ഒരുങ്ങിക്കാൻ പറഞ്ഞ എന്തിനാ? നീ അല്ലേ പറഞ്ഞ ഒരു പണിയില്ലായിരുന്നു എന്നുള്ളത്? കൊച്ചുങ്ങൾ കഞ്ഞി കറി വെക്കണ മാത്രമാണോ പണി? ചേച്ചി പോയി നോക്കണം അവിടെ. അടുക്കളയെന്ന് ഒതുക്കിയിട്ട് നീ അതിനകത്ത് കേറിയിട്ട് തന്നെ ഇപ്പൊ 1 മണിക്കൂർ കൂടെ ചെവി പിടിച്ചിട്ട് മുഴുത്തി ഞാൻ തരും കേട്ടോ. കുളിച്ചിട്ട് തോർത്തും മുണ്ടൊക്കെ കട്ടിലേലിട്ടേക്ക് വരുന്നു. തർക്കിക്കാൻ നിൽക്കണ്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അമ്മാവ ചോറും കറി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചേക്കണേ. മോളിട്ട് കഴിക്കാതിരിക്കരുത്. പേടിക്കണ്ട കേട്ടോ. ഒറ്റയ്ക്കാന്ന് ഞങ്ങൾ പെട്ടെന്ന് വരും കേട്ടോ. അടുത്തത് ഇവിടെ വെച്ചേക്കുന്നത്, ഇതിന് നോക്കിയാൽ കാണില്ല. അതെ അമ്മ ആടി നിക്കല്ലേ. ഇവിടെ ഇരിക്കണം. അത് ഞാൻ എന്റെ സൗകര്യം പോലെ ഇവിടെ അവിടെ ആയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇതാ അത് അടയ്ക്കണം, ഇവിടെ എല്ലാം അടയ്ക്കണം, സൂക്ഷിച്ച് അടച്ചിട്ട് പോവാവും. ഓ പിന്നെ ഇവിടെ നിധി കുമ്പരിക്കാണല്ലോ. അപ്പൊ ഉള്ളത് എന്തേലും ഇതുപോലെ ആവട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് അത് ഇത് തന്നെ. നിങ്ങൾ വലിയ മുതലാളി. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വരും കേട്ടാ. അങ്ങനെ ഞാൻ ടീച്ചറെ ദരിദ്രം പിടിക്കണ്ട. അതൊക്കെ വന്നായി. പക്ഷെ അവര് എന്തായാലും അവന് സന്തോഷം. ഇനിയിപ്പോ ഒന്നും ഉണ്ടാക്കൂല കേട്ടോ. ക്ലീറ്റ കടയിൽ നിന്ന് വല്ല ദോശയും ചമ്മന്തി മേടിച്ചാൽ മതി. ഇതിന് ഇവിടെ ഇറങ്ങി കിടക്കണം. എന്താ ഇങ്ങനെ കിടക്കുന്ന? കാറ്റൊക്കെ അടിച്ച് ചാരി കിടന്നേയിരിക്കും. അയ്യോ അമ്മാവാ. അല്ല അല്ല അമ്മാവാ. അപ്പൂപ്പാ അമ്മാവാ. അപ്പൂപ്പാ വെള്ളം എടുത്തോളൂ. ഓടി വന്നേ. വെള്ളം എടുക്ക്. എടി, പെട്ടെന്ന് കൊണ്ടുവാ. മോനെ കൊണ്ടുവാ. അമ്മാവാ. അപ്പൂപ്പാ എന്താ പറ്റിയേ? എന്ത് പറ്റി? റൊണാൾഡ് ലില്ലി. മാമ എന്താ എന്താ പറ്റിയത്? അല്ല അപ്പൊ വയ്യായി ഉണ്ടായാ? അത്ര ചുടകാരനോടെ അല്ല ഈ സ്പ്രേ ഒക്കെ സെന്റൊക്കെ കൊണ്ടുവരണ ഒരാള് വന്നിരുന്നു ഇവിടെ. ഞാനിവിടെ രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോ അത്ര വെക്കണ ഒരാള് വന്ന്. എന്നിട്ട് അത്രേ നല്ല അത്തറുണ്ട് ചേട്ടാ. ഇവിടെ അടുത്ത് വീടൊക്കെ ഉണ്ട് ചേട്ടാ. ഇല്ല, ആ വഴിക്ക് ഇനി ഒരു വീടേ ഉള്ളൂ. എന്തേ? അല്ല നല്ല അത്തറുണ്ട്. അത്തർ വിൽക്കുന്ന ആളാണ്. അത്തറോ? എന്നിട്ട് വന്നേ വേണോ? അതെ എനിക്കല്ല, എന്റെ ഗിരിച്ചക്കേ അത്തറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാം തരം അത്തറുണ്ട് ചേട്ടാ. അത്തറ എന്ന് പറയുമ്പോ എന്തിന്റെ മണമുള്ള അത്തറ? നല്ല ചന്ദനത്തിന്റെ ഉണ്ട്, റോസ് ഉണ്ട്, ഊതുണ്ട്, താമരയുടെ ഉണ്ട്. അതെ അല്ലേ? ചേട്ടാ ഇതൊന്ന് നോക്കി.
അതേതാ ഒന്ന് മണപ്പിച്ച് നോക്കിയേ അതേതിൻ്റെ നോട്ടെ. ആ ഇത് ചന്ദനം അല്ലേ? ഇത് ചന്ദന. വേറെ ഏതാ? ഇവിടെ ആരും ഇല്ല ചേട്ടാ. വേറെ ആരും കാണുന്നില്ല. അതെന്തറിയോ, അവരാൾക്കേ സുഖമില്ലാണ്ട് എല്ലാവരും അയാളെ കാണാൻ പോയിരിക്കാ. ചേട്ടാ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. അതെ, അത് മണപ്പിച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അന്തം വിട്ടു പോകും. അതെ നോട്ടെ. ജസ്റ്റ് വെറുതെ ഒന്ന് മണപ്പിച്ചാൽ മതി. നോട്ടെ. വലിച്ചു കയറ്റിക്കോ. എങ്ങനുണ്ട്? അയ്യോ, എന്റെ ബ്രേസ്ലെറ്റും ചെയിനും വാച്ചും ഒക്കെ പോയില്ലോ. അതെ അമ്മാവാ, വീട്ടിൻ്റെ അടുത്ത് ഇതുപോലെ എന്തോ സംഭവം ഉണ്ടായി, അത് കള്ളനായിരുന്നു എന്ന് അമ്മാവൻ തന്നെയല്ലേ പറഞ്ഞത്? എടാ ഇത് അത്ര കച്ചവടക്കാരനല്ലേ. ആ ഗിരിജയ്ക്ക് വേണ്ടിട്ട് അത്ര വാങ്ങാൻ നിന്നല്ലേ ഞാൻ. തങ്കഞ്ചേട്ടത്തെ എന്തമ്മാനെ കുറിച്ച് പറഞ്ഞേ? അമ്മ കള്ളന് കഞ്ഞി വെച്ചവരാണ്. അമ്മ വെച്ച കഞ്ഞി ഇതേ വലിച്ച് പൊളിച്ച് പ്ലിഞ്ച പരുവായി ഇരിക്കുന്നു. ഭാഗ്യത്തിന് ഇത് ബാക്കിയുണ്ട്.